കോമഡി ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് 2021 പുറത്തിറങ്ങിയ റെഡ് നോട്ടീസ്. നമ്മുടെ എല്ലാം പ്രിയ താരങ്ങളായ ഡ്വെയ്ൻ ജോൺസൺ, റയാൻ റെയ്നോൾഡ്സ്, ഗാൽ ഗഡറ്റ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു മോഷണത്തിൽ നിന്നാണ്. അമേരിക്കയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മുട്ട എന്ന് പറഞ്ഞാൽ സാധാരണ മുട്ടയൊന്നുമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാർക്ക് ആന്റണി ക്ലിയോപാട്രയ്ക്ക് വിവാഹ സമ്മാനമായി കൊടുത്ത ഒരുപാട് സ്വർണങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച ഒരു വലിയ സ്വർണ്ണമുട്ട. ആ മുട്ടയെ മോഷ്ടിക്കാവുന്നതാണ് നമ്മുടെ ബൂത്ത് അണ്ണൻ. റയാൻ റെയ്നോൾഡ്സ് ആണ് ബൂത്തായിട്ട് വേഷമിട്ടിരിക്കുന്നത്. ഈ മുട്ട മോഷണം പോകാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവിടെ വന്നതാണ് FBI ഏജന്റായ ജോൺ. ഡ്വെയ്ൻ ജോൺസൺ ആണ് FBI ഏജന്റായ ജോൺ ആയിട്ട് വേഷമിട്ടിരിക്കുന്നത്. നമ്മുടെ ബൂത്ത് അണ്ണൻ ഈ മുട്ടയൊക്കെ മോഷ്ടിക്കുന്നത് ഒരു വലിയ സമ്പന്നന് വേണ്ടിയാണ്. അതായത് ആ സമ്പന്നന് തന്റെ മകളുടെ വിവാഹത്തിന് സമ്മാനമായിട്ട് ഈ 3 മുട്ട കൊടുക്കണം. അതെ, ഒരു മുട്ടയല്ല, മൊത്തം 3 മുട്ടയുണ്ട്. ആ 3 മുട്ടകളിൽ ഒന്നാണ് ഗവൺമെന്റ് കയ്യിലുള്ളത്. അതാണ് നമ്മുടെ ബൂത്തണ്ണൻ ഇപ്പൊ മോട്ടിച്ചത്. നമ്മുടെ ജോൺ അണ്ണൻ തന്റെ മാക്സിമം എഫർട്ട് ഇട്ട് തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല. ബൂത്തണ്ണൻ ആ മുട്ടയും കൊണ്ട് കടന്നു കളയുന്നു. ഇത് നമ്മുടെ ജോൺ അണ്ണന്റെ ഈഗോയെ ഹർട്ടാക്കി. ബാക്കിയുള്ള 2 മുട്ടയും ബൂത്ത് കൊണ്ടുപോയില്ല എന്നും താൻ അതിനെ തടയുമെന്നും ശപഥം ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ ജോൺ അണ്ണൻ. ഇതിനിടയിൽ ആ മുട്ടകൾക്ക് വേണ്ടിയിട്ട് ബിഷപ്പ് എന്ന് പേരുള്ള ഒരു കള്ളിയും വരുന്നുണ്ട്. ഗാൽ ഗഡോട്ടാണ് ബിഷപ്പായിട്ട് വേഷമിട്ടിരിക്കുന്നത്. ഈ ബിഷപ്പ് കാരണം നമ്മുടെ ജോൺ അണ്ണൻ കള്ളം പട്ടം കിട്ടി ജയിലിലാകുന്നു. അതോടെ നമ്മുടെ ജോൺ അണ്ണനും ബൂത്ത് അണ്ണനും കൂടി ഒരുമിച്ച് ഈ ബിഷപ്പിനെ പൂട്ടാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ടെസ്റ്റ് ക്ലൈമാക്സിൽ ഇതിലുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്.